ഹറാമല്ല കേട്ടോ. സംഗീതം ഹറാമാണെന്നൊക്കെ നമ്മളൊന്ന് പറഞ്ഞു വെക്കുന്നതാ. നിങ്ങൾക്കിപ്പോ സിനിമ ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് സിനിമ ഹലാലാക്കിയില്ലേ? എന്താ ഹലാലാക്കിയത്? ഇത് സിനിമയിലൂടെയും ഞങ്ങൾക്ക് പ്രബോധനം ചെയ്യാമല്ലോ. മനസ്സിലായില്ലേ? ശരി, സംഗീതമൊന്ന് കേട്ടേക്കാം. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. ഹൂറുൽ ഹിസാൻ അടുത്തെപ്പോഴും ഇരിപ്പുണ്ട്, താരാട്ടുപാടാൻ തോഴികൾ പലരുണ്ട്, സുഖിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട്, രസിപ്പിക്കുവാൻ ഇരുമാറുകൾ നിലയുണ്ട്. മരണം നിനക്കില്ലാതതിൽ കഴിയുന്നതാ, മനസ്സെപ്പോഴും സന്തോഷമാൽ തിങ്ങുന്നതാ. കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ട. കൈജാബിയെ കല്യാണം കഴിച്ചത് തന്നെ വിട്ടുപോലെ നബിക്ക് 4 ഉണ്ടാക്കാനാ. അതുവരെ കുന്നിൻ ചെരുവിലെ ഈത്തപ്പന മാത്രമായിരുന്ന നബിയണ്ണന് പാലാറും കള്ളാറും തേനാറുമൊന്നും ആയിരുന്നില്ല വേണ്ടിയിരുന്നത്. മാൻ പവറും മണി പവറും പൊളിറ്റിക്കൽ പവറും പോപ്പുലാരിറ്റിയും ഒക്കെ വേണമായിരുന്നു. അതുകൊണ്ട് കാക്ക എങ്ങനെയാണോ നിൽക്കേണ്ടത് അതുപോലെ കാക്ക നിന്നു. ശരി, സംഗീതം ഹറാമാണല്ലോ, എന്നാലും സംഗീതത്തിലേക്ക് തന്നെ നമുക്കൊന്ന് പോയേക്കാം. സമപ്രായക്കാരികളായ സ്തനങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ. കിഴവികളായ പെണ്ണുങ്ങളാണെങ്കിൽ സ്തനം ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ടാവും. അല്ല, സ്തനങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ. അത് ഞാൻ പറയാം. ഉസ്താദ് തന്നെ പറയുന്നുണ്ട്. ഉസ്താദ് പറയട്ടെ, അത് കഴിഞ്ഞിട്ട് അതിന്റെ വർണ്ണന പോരെങ്കിൽ വേറെ ഒരു ഉസ്താദിന്റെ വർണ്ണന കൂടി നമുക്കൊന്ന് എടുക്കാം. ഞാൻ പറഞ്ഞാലല്ലേ പ്രശ്നം. ഒത്താത് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. പണയോ ഒടിഞ്ഞു തൂങ്ങിയ പെണ്ണുങ്ങളല്ല, സ്തനങ്ങൾ പൊങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങള്. ഇത് പ്രതീക്ഷിച്ചിട്ട് വേണം രാവിലെ മര്യാദയ്ക്ക് നിസ്കരിക്കാൻ വരണം. കിടന്നുറങ്ങുമ്പോഴേക്ക് ഹൂറികളുടെ മാറ് പെട്ടെന്ന് എഴുന്നേക്കണം, മോറ് ചാട്ടി എണീറ്റ് ഓടണം. വേറൊരു സാധനം കൂടി കേൾക്കുമ്പോഴത്തേക്കിന് ഉച്ചയും കുത്തി വീഴണം. സമപ്രായക്കാരികളായ സഹോദരിമാർ ആദ്യമായി അവരുടെ സൗന്ദര്യം വിശുദ്ധ ഖുർആൻ ഒരുപാടിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒറ്റ പദത്തിലാണത് മനസ്സിലാക്കി തന്നത്. ഖവാഇബ, സ്തനങ്ങൾ തള്ളി നിൽക്കുന്ന സഹോദരിമാർ എന്നാണ് അല്ലാഹു തആല ഇവിടെ പരിചയപ്പെടുത്തിയത്. പക്ഷേ അത് വളരെ വിശദമായിട്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് സ്ഥലത്ത് സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു പരിചയപ്പെടുത്തി. അംസാലിൽ ലുലുൽ മക്നൂൻ, ചിപ്പിക്കകത്തൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള സ്ത്രീകള്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ചിപ്പിക്കുള്ളിൽ ഒളിപ്പിക്കപ്പെട്ട മുത്തുപോലെ. അല്ലാഹുവിന്റെ ഹബീബ് തന്നെ നേരിട്ട് അതൊക്കെ. ഇനിയിപ്പോ ചിപ്പിക്കകത്തല്ലെങ്കിൽ ഹൂറികൾ ഇറങ്ങി ഓടും, മനസ്സിലായോ? അതല്ലെങ്കിൽ മറ്റവന്മാര് ഹൂറികളുടെ അടുത്തേക്ക് വരും. രണ്ടാണെങ്കിലും നഷ്ടമല്ലേ? വിശദീകരിച്ചിട്ടുണ്ട്. ആ ഹദീസ് ഞാൻ കേൾപ്പിക്കാം. ചിപ്പിക്കകത്തൊളിപ്പിക്കപ്പെട്ട മുത്തിനൊരു പ്രത്യേകതയുണ്ട്. കവറിനകത്തിരിക്കുന്ന മുത്ത് ഒരാളും തൊട്ടിട്ടുണ്ടാവില്ല. ആ മുത്ത് ആ ചിപ്പി പൊളിച്ചിട്ടേ ആദ്യമായി അത് തൊടാൻ കഴിയൂ. മറ്റൊരാൾ തൊട്ട് അവിശുദ്ധമായിട്ടില്ലെന്നർത്ഥോ അശുദ്ധമായിട്ടില്ലെന്നർത്ഥോ അല്ല. ഒരാൾ തൊടുമ്പോഴാണ് അതിൽ അഴുക്ക് പുരളുക. പാക്കറ്റ് പൊളിച്ച് പുറത്തിടുമ്പോഴാണ് പൊടി പാറുക, അഴുക്ക് പറ്റിപ്പിടിക്കുക, അതിന്റെ കളറിന് അതിന്റെ തിളക്കത്തിന് മങ്ങലേൽക്കുക. എന്നാൽ ഒരനക്കം മങ്ങലേറ്റിട്ടില്ലാത്ത തിളങ്ങുന്ന ശരീരമുള്ള സഹോദരിമാർ അല്ലാഹു തആല അവരെ തൊട്ട് അശുദ്ധമാക്കിയിട്ടില്ല. നീയാണ് ആദ്യമായിട്ട് തൊടുന്നത്. നീയാണ് ആദ്യമായിട്ട് അവരെ തൊടുന്നത്. അതിന്റെ മുമ്പ് ഒരൊറ്റയാളും തൊട്ടിട്ടില്ല. ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞു. എവിടെ? സൂറത്തുർ റഹ്മാനിൽ ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലം യതുമിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ.
ഇവരുടെ മുമ്പ്, ഈ സ്വർഗീയ ഭർത്താക്കന്മാർക്ക് മുമ്പ് അവരെ ഇൻസോ ജിന്നോ മുമ്പ് തൊട്ടിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഇവരുടെ മുമ്പ്, ഈ സ്വർഗീയ ഭർത്താക്കന്മാർക്ക് മുമ്പ് അവരെ ഇൻസോ സ്വർഗീയ ഭർത്താക്കന്മാർ എന്ന് പറയുമ്പോൾ ഒരു ഹൂറിക്ക് എത്ര ഭർത്താവാ? റെനി, ഈ ഷമീർ ഉണ്ടല്ലോ, നാളത്തെ ജാമിദായ വിട്ടേരെ. മുമ്പ് തൊട്ടിട്ടില്ല. ലം യതുമിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. അതാണ് ആ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തീരെ അശുദ്ധമാകാത്ത വിശുദ്ധരായ സ്ത്രീകള്, അഴുക്ക് പുരണ്ടിട്ടില്ലാത്ത, തിളക്കത്തിന്റെ ഒരു മങ്ങൽ പോലും ഏൽക്കാത്ത നല്ല സുന്ദരികളായ പെണ്ണുങ്ങളുണ്ട് അവിടെ. ചിട്ടയൊത്ത് നീങ്ങിയാലിരിക്കും നിങ്ങൾക്കും കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണിത്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഹൂർ എന്ന് പറഞ്ഞാൽ വെളുവെളുന്നനെ വെളുത്ത പെണ്ണുങ്ങൾ എന്നാണ്, നല്ല തിളക്കമുള്ള സഹോദരികൾ എന്നാണ്. ഐൻ എന്ന് പറഞ്ഞാൽ ളിഹാമുൽ ഉയൂൻ, കണ്ണ്, കൺതടാകം വിശാലമായ, കൺതടാകം വിശാലമായ കണ്ണഞ്ചിപ്പിക്കുന്ന കണ്ണുകളുള്ള നല്ല തിളക്കമുള്ള പെണ്ണുങ്ങൾ എന്നാണ് ഹൂറുൻ ഐൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഉമ്മുസലമ വിട്ടില്ല, നബിയെ എനിക്ക് കുറച്ചും കൂടെ ചോദിക്കാനുണ്ട്. മുത്തിന്റെ വിശുദ്ധി പോലെയാണ് അല്ലദീ ഫിൽ അസ്ദാഫ്, ചിപ്പിക്കകത്തിരിക്കുന്ന മുത്തിനുള്ള വിശുദ്ധി പോലെയുള്ള വിശുദ്ധിയാണ് കേട്ടോ അവർക്കുള്ളത്. അല്ലദീ ലം തമസ്സഹുൽ ഐദി, ഒരൊറ്റ കരങ്ങളും ആ മുത്ത് തൊട്ടിട്ടില്ല. ആ മുത്തിനെന്തൊരു വിശുദ്ധിയാണോ ഉള്ളത്, ആ വിശുദ്ധിയാണ് കേട്ടോ ഈ പെണ്ണുങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് കാംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ എന്ന് അല്ലാഹു പറഞ്ഞത്. ഉമ്മുസലമ ബൈദും മക്നൂൻ, ആ പറഞ്ഞത് എന്താ നബിയെ? കഅന്നഹുന്ന ബൈദും മക്നൂൻ, അവർ തൊലിക്കകത്ത് സൂക്ഷിക്കപ്പെട്ട കോഴിമുട്ട വെള്ള പോലെയാണ്. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോ അല്ല, വെളുപ്പിനോടാണ് നമുക്ക് താല്പര്യം. ഇന്നലെ നമ്മുടെ IPS പറഞ്ഞത് ഓർമ്മയില്ല, IAS അല്ലേ പറഞ്ഞത് ഓർമ്മയില്ലേ? യേശു കറുത്തവനായിരുന്നു, യേശു ഒരു സ്ത്രീ ആയിരുന്നു, യേശു ഒരു ആഫ്രിക്കക്കാരനായിരുന്നു, യേശു ഒരു അയർലൻഡുകാരനായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ? അതുപോലെ കറുപ്പും സ്ത്രീകളും അയർലൻഡുകാരും ഒക്കെ അത്ര മോശക്കാരാണെന്നാണ് ചേച്ചി ഉദ്ദേശിച്ചത്. അതുപോലെ കാക്ക ഉദ്ദേശിക്കുന്നതും, കാക്കയുടെ മേലെയുള്ള പടച്ചവൻ ഉദ്ദേശിക്കുന്നതും കറുത്തത് മോശമാണെന്നാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് തന്നെ ചോദിക്കേണ്ടി വരും. കാരണം നമുക്ക് ഇങ്ങനെ ഇത് വ്യാഖ്യാനിക്കാൻ കഴിയാം. ഹൂറുലിങ്ങളെ കുറിച്ച് പറഞ്ഞ ബൈദും മക്നൂൻ, മുട്ട പോലെയാണ് മക്നൂൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സൂറത്തു സാഫാത്തിലെ 49-ാമത്തെ വചനമാണ്. അതിനെ റസൂലുള്ള വ്യാഖ്യാനിച്ചു, റിഖ്ഖതുഹുന്നകരിഖത്തിൽ ജിൽദ്, ആ പറഞ്ഞത് അവരുടെ ചർമ്മത്തിന്റെ ഓമനത്വമാണ്. ഉമ്മു സലമ, അവരെ ചർമ്മത്തിൽ തൊട്ടാലുള്ള മിനുസമാണ് ആ പറഞ്ഞത്. റിഖ്ഖതുഹുന്ന, അവരെ തൊട്ടാലുള്ള ഓമനത്തോ, അവരെ തൊട്ടാലുള്ള മിനുസം. കരിഖത്തിൽ ജിൽദിൽ ലദീ റഅയ്തി ഫീ ദാഖിലിൽ ബൈദാ, മുട്ടയുടെ അന്തർഭാഗത്ത് നീ വെള്ള കണ്ടിട്ടില്ലേ? മുട്ടയുടെ വെള്ള, അതിലിങ്ങനെ തൊട്ടാൽ നല്ല മിനുമിനുത്ത അവസ്ഥയായിരിക്കും. അതേ രൂപത്തിലുള്ള മിനുസമായിരിക്കും ഉമ്മു സലമ ഹൂറുലിങ്ങളുടെ ശരീരത്തിന്. അഖ്ബിർനി അൻ ഖൗലിഹി ഉറുബൻ അത്റാബാ, അല്ലാഹ് വേറെ ഒരു സ്ഥലത്ത് ഉറുബൻ അത്റാബാ ഫജഅൽനാഹുന്ന അബ്കാറ ഉറുബൻ അത്റാബാ എന്ന് പറഞ്ഞല്ലോ. ഇതാരെ പറ്റിയാ നബിയേ? ഫജഅൽനാഹുന്ന അബ്കാറ, അവരെ നാം കന്യകകളാക്കി സൃഷ്ടിച്ചു. സ്വർഗത്തിലെ സ്വർഗീയ കരുണിമണികളെ നാം കന്യകകളായി സൃഷ്ടിക്കും. എന്റെ സ്വർഗാവകാശികൾക്ക് വേണ്ടി കന്യകകളായി സൃഷ്ടിക്കൂ. അവർ ഭർത്താക്കന്മാരെ നന്നായി സ്നേഹിക്കുന്നവരാണ്. പെൺകുട്ടിയുടെ ആകൃതിയിലാ വരുന്നത്. വയസ്സെത്രയാ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവർക്കൊക്കെ 33 വയസ്സാണ്. അതേ രൂപത്തിൽ തന്നെയാണ് സ്വർഗത്തിലുള്ള പുരുഷന്മാർക്കും 33 വയസ്സാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ. കൃഷ്ണ പോകരുത്, ഇത് പഠിക്കണം. ഇത് ഈ കാലഘട്ടത്തിൽ പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ദുരന്തങ്ങളാ. ഇത്രയും ഉസ്താദ് എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഈ പറഞ്ഞു തരുന്നത്. നമ്മളെ കൊതിപ്പിക്കുവാണ് ഉസ്താദ്. മുറിയന്മാര് കമ്പിയാകും. നമുക്ക് സ്ഥലകാല ബോധമുള്ളത് കൊണ്ട് ഇവന്മാര് പറയുന്നത് കമ്പിക്കഥകളാണെന്ന് നമുക്ക് മനസ്സിലാകും. ക്ഷമിക്കും. 33 വയസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലം. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു, ഫജഅൽനാഹുന്ന അബ്കാറ എന്ന ആയത്ത് വിശദീകരിച്ചപ്പോ ഒരു ഹദീസിലൂടെ, ഈ ഹദീസിലെല്ലാം വായിക്കുന്ന ഹദീസിലല്ല, മറ്റൊരു സ്ഥലത്ത് ബഹുമാനപ്പെട്ട അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്രേ, ഭർത്താക്കന്മാർ ഓരോ പ്രാവശ്യം അവരെ സമീപിക്കുമ്പോഴും അവർ കന്യാ ചർമ്മമുള്ളവരായിരിക്കും, കന്യകകളായിരിക്കും. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ, വലിയ തമാശക്കാരിയായിരുന്നു ആയിഷ ബീവി. ആയിഷ ബീവി പറഞ്ഞു, വാ വജഅ യാ റസൂലല്ലാഹ്, വാ വജഅ യാ റസൂലല്ലാഹ്. ആയിഷ ബീവി ഒരു തമാശ പറഞ്ഞതാ നബിയെ, അത് കുറച്ച് കഷ്ടമാണല്ലോ നബിയെ. കാരണം കന്യകയായിട്ട് അവിടെ സ്ഥിരമായി നിൽക്കുക എന്നത് അതൊരു വല്ലാത്ത കഷ്ടമല്ല നബിയെ. കാരണം ഒരു കന്യകയായ പെണ്ണിന് ഭർത്താവുമായി ബന്ധപ്പെടാൻ തൊടുമ്പോഴുണ്ടായ മാനസിക നിർവൃതി, അത് അവസാനിക്കാത്ത കാലഘട്ടത്തില് എത്ര പ്രാവശ്യം ബന്ധപ്പെട്ടാലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും അത് നിലനിൽക്കുമെന്ന് പറയുമ്പോ ഇത് ആഗ്രഹിക്കാത്തവരാരുണ്ടാകും? ഫസ്റ്റ് നൈറ്റ് ഒന്ന് മടങ്ങി വരാൻ സ്വാഭാവികമായി മനുഷ്യൻ ആഗ്രഹിക്കൂലേ? സ്വാഭാവികമാണ്. പക്ഷെ അത് തീരാത്ത ഫസ്റ്റ് നൈറ്റുകൾ ഷമീറ, എല്ലാ ദിവസവും സ്ത്രീകൾ വേദന അനുഭവിക്കണം. കാരണം എന്നും ആദ്യരാത്രി ആയിരിക്കും. ലോകം അത് സ്വർഗമാണ്. കഷ്ടപ്പെട്ടിട്ട് ഉസ്താദ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നപ്പോ നമ്മളത് മനസ്സിലാക്കണ്ടേ? അപ്പോ ഇനി എന്തുകൊണ്ട് നിങ്ങൾ നമസ്കരിക്കുന്നില്ല? എന്തുകൊണ്ട് സകാത്ത് കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, ഹജ്ജ് ചെയ്യുന്നില്ല, നോമ്പ് പിടിക്കുന്നില്ല? ഇതൊക്കെ ചെയ്താലാണ് ജീവിതത്തിൽ എന്നും ആദ്യരാത്രി. ഒരു സെക്സ് തുടങ്ങിയാലോ അത് അവസാനിക്കില്ല. അതാണ് തീരാത്ത ഫസ്റ്റ് നൈറ്റ്, ഒരിക്കലും അവസാനിക്കാത്ത ഫസ്റ്റ് നൈറ്റ്. അതിനുള്ള ആരോഗ്യമൊക്കെ ചിലപ്പോൾ പഠിച്ചു കൊടുക്കുമായിരിക്കും. കുഫൈത്തല്ലേ കൊടുത്തിരിക്കുന്നത്, അതിനെ പറ്റിയ ഭക്ഷണം ഒക്കെ കാണുമായിരിക്കും കേട്ടോ. എന്നോട് ചോദിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. എന്തായിരുന്നാലും ഉസ്താദ് പറയുന്നു, നമ്മളത് കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഉസ്താദന്മാരുടെ ലൈവാണ്, ഞാനായിട്ടൊന്നും പറയുന്നില്ല. ഉസ്താദ് തന്നെ പറയട്ടെ, നമുക്കത് കേൾക്കാം അല്ലേ?